Hi friends, welcome back to English Academy. More than teaching, most of our students need motivation and counseling. നമ്മുടെ സ്കൂൾ തലത്തിലുള്ള പ്രത്യേകിച്ചും +2 വരെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് ആവശ്യമാണ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും. Being as a teacher, I experienced a lot. Teachers are always focused teaching, or they always try to give lessons from their textbook. Really, they didn't analyze the inner feelings of the students. സ്റ്റുഡൻസിൻ്റെ മാനസികമായ അവസ്ഥ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. Students are coming from different social backgrounds, different family backgrounds. Most of the students are confused. നേരത്തെ ഓൾഡ് ജനറേഷനെ പോലെ അല്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. അവരൊരുപാട് സ്ട്രെസ്ഡിലാണ്. കാരണം എപ്പോഴും അവർ വിസിബിളാണ്, അവർക്ക് പ്രൈവസി ഇല്ല. ഇത് ടീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ടില്ല, പേരൻസ് മനസ്സിലാക്കുകയുമില്ല. കാരണം പേരൻസിൻ്റെ വിചാരം അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു സാമ്പത്തികമായി, അതായത് അവരുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകുന്നു. ഈ പേരൻസ് ഇവരെ സ്നേഹിക്കുന്നു, പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള മുഴുവൻ എക്കണോമിക് സപ്പോർട്ടും ഫൈനാൻഷ്യൽ സപ്പോർട്ടും കൊടുക്കുന്നു. അതോടെ അവരുടെ ഡ്യൂട്ടി തീർന്നു. പേരൻസ് ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത് കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന കാര്യത്തിലാണ്. അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും പല പേരൻസിനും അറിയത്തില്ല. കാരണം അവരത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാറേ ഇല്ല. നമ്മുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടാറില്ല. സോ ടീച്ചേഴ്സ് ഹാവ് എ ഗ്രേറ്റ് റോൾ ടു അനലൈസ് ദ സൈക്കോളജി ഓഫ് എവറി സ്റ്റുഡൻസ് and give timely motivation and counseling. Many students need counseling more than teaching. They don't know how to behave in the society. They don't know how to behave in the classroom. Really, they don't know how the new syllabus should be learned. All this should be discussed and giving timely counseling to students. Only then we can prepare most of the students to educate. Surely I think 60% of the students are motivated from their family atmosphere. പക്ഷേ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുപാട് സ്ട്രെയിൻ അനുഭവിക്കുന്നവരാണ്. നേരത്തേതിലും കൂടുതൽ. ഓൾഡ് ജനറേഷൻ ഈ സ്ട്രെയിൻ ഇല്ലായിരുന്നു, കാരണം അവർ ഫ്രീ ആയിരുന്നു. പക്ഷേ ന്യൂ ജനറേഷൻ ഇപ്പോൾ എപ്പോഴും വിസിബിളാണ്. അവരെന്ത് ചെയ്താലും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു, മറ്റുള്ളവർക്ക് കാണാം. അപ്പോൾ അവർക്കൊരു പ്രൈവസി ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. അവർക്ക് അവരുടെ ഇമോഷൻസ്, അവരുടെ ഫീലിങ്സ് ആരോടും ശരിക്കും തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ദേ ഷെയർ ഇറ്റ് ഓൺ ദെയർ പീർ ഗ്രൂപ്പ്, ഓർ അത് അവർ ഷെയർ ചെയ്യുന്ന പലപ്പോഴും അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണ്. ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ളവരും ഓർത്തോളുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോടുകൂടിയാണ് വരുന്നത്. അപ്പം ദർ മേ നോട്ട് ബി എ സൊല്യൂഷൻ ടു ദെയർ പ്രോബ്ലംസ്. സോ സ്റ്റുഡൻസ് ഫസ്റ്റ് ഓഫ് ഓൾ, ബിഫോർ they began to teach a particular portion, they analyze the mindset of the students. It is very necessary. If the students are prepared for learning this portion, if not, they should be boosted, they should be counseled. Then only a teacher teach them. Am I right?